നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയുടെ യുദ്ധഭൂമിയിൽ വീണ്ടും വൻ തിരിച്ചടി. ഹമാസിന്റെ 3 പ്രധാന കമാൻഡർമാരെ കൃത്യമായ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേനയായ IDF അവകാശപ്പെട്ടു. ഹമാസിന്റെ സൈനിക ഘടന തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അതിവേഗം നടക്കുന്നതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു. അതേസമയം ഹമാസ് ഈ അവകാശവാദങ്ങളോട് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഇനി ഗാസയിൽ നടക്കുന്നത് സാധാരണ യുദ്ധമല്ല, നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള വേട്ടയാണ്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ഒന്നൊന്നായി ലക്ഷ്യമിടുകയാണ് ഇസ്രയേൽ. യഹ്യ സിൻവാർ, മുഹമ്മദ് സിൻവാർ, ഇസൽദീൻ അൽ ഹദ്ദാദ് തുടങ്ങിയ പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടതായി IDF മുൻപ് അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയായാണ് പുതിയ ഓപ്പറേഷനുകളും നടക്കുന്നത്. IDF പുറത്തുവിട്ട വിവരമനുസരിച്ച് വധിക്കപ്പെട്ടവരിൽ ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന 2 കമാൻഡർമാരും നുക്ബ ഫോഴ്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഇവർ ഇസ്രായേൽ സൈന്യത്തിനും സാധാരണ ജനങ്ങൾക്കും നേരെ പുതിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നാണ് അവകാശവാദം. ഇതോടെ ഗാസയിലെ ഹമാസിന്റെ കമാൻഡ് ശൃംഖല വീണ്ടും വലിയ സമ്മർദ്ദത്തിലായെന്നാണ് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ മുൻകാല അനുഭവങ്ങൾ പോലെ പുതിയ നേതാക്കളെ നിയമിച്ച് പ്രവർത്തനം തുടരാൻ ഹമാസ് ശ്രമിക്കുമെന്ന വിലയിരുത്തലും ഉണ്ട്. അടുത്തിടെ ഖലീൽ അൽ ഹയ്യയെ സംഘടനയുടെ പുതിയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും സൈനിക നടപടികൾ തുടരുകയാണ്. നിരവധി പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങളും റെയ്ഡുകളും നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ നീക്കങ്ങൾ മേഖലയിലെ സംഘർഷം വീണ്ടും ശക്തമാക്കുമെന്ന ആശങ്കയും ഉയരുന്നു. വെസ്റ്റ് ബാങ്കിലെ ടെൽ ഗ്രാമത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 4 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റു. ഇതിന് പിന്നാലെ 70-ലധികം പലസ്തീൻ പൗരന്മാരെ സംശയിക്കുന്നതായി ആരോപിച്ച് ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ടെല്ലിലും തുടർന്ന് നബ്ലസിലെ ഒരു ആശുപത്രിയിലും ഇസ്രയേൽ റെയ്ഡ് നടത്തി. വെള്ളിയാഴ്ചയാണ് ഇസ്രയേൽ സൈന്യം പലസ്തീനിലെ ഗ്രാമങ്ങളും വീടുകളും കടന്നാക്രമിച്ചത്. ഇതിനെ എതിർക്കാൻ ശ്രമിച്ച പലസ്തീൻ പൗരന്മാരെയാണ് സൈന്യം കൊലപ്പെടുത്തിയത്. ഗ്രാമത്തിൽ തന്നെ നിലയുറപ്പിച്ച ഇസ്രയേൽ സൈന്യം വാഹനങ്ങൾക്കും വീടുകൾക്കും നേരെ ആക്രമണം തുടരുകയാണ്. 1993 ഓസ്ലോ കരാർ പ്രകാരം ടെല്ലിലേക്ക് ഇസ്രയേൽ സൈന്യത്തിന് പ്രവേശനമില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് ഇസ്രയേൽ സൈന്യം പലസ്തീൻ കടന്നാക്രമണം നടത്തുന്നത്. നബ്ലസ് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് 50-ലധികം സായുധ സൈനികർ അതിക്രമിച്ചു കയറി രോഗികളെ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. ജീവനക്കാരെയും രോഗികളെയും കസ്റ്റഡിയിലെടുക്കുകയും ബന്ധിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ അലി ഹുസൈൻ അലി റമദാൻ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണം കുടിയേറ്റ നിയമവിരുദ്ധവും സമാധാന ശ്രമങ്ങൾക്ക് തടസ്സവുമാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. 1967 ഇസ്രയേൽ പിടിച്ചെടുത്ത ഗാസ മുനമ്പിനൊപ്പമുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി നിലവിൽ 7 ലക്ഷത്തിലധികം ഇസ്രയേലികൾ താമസിക്കുന്നുണ്ട്. അതേസമയം പലസ്തീൻ പൗരന്മാർക്ക് ദിവസവും സ്വന്തം ജീവനായ മണ്ണ് നഷ്ടമാവുകയും ചെയ്യുന്നു. മധ്യ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായി ബെൽജിയൻ ഫീൽഡ് ആശുപത്രി അറിയിച്ചു. ദെയർ അൽ ബലാഹിലെ അൽ അക്സ മാർട്ടിയേഴ്സ് ആശുപത്രിക്ക് സമീപവും ഇസ്രയേൽ ഡ്രോണുകൾ ആക്രമണം നടത്തി. 10 പേർക്ക് പരിക്കേറ്റതായി ആശുപത്രി അറിയിച്ചു. താൽക്കാലിക വെടിനിർത്തൽ കരാർ വന്നതിനുശേഷം ഇസ്രയേൽ സൈന്യം ആവർത്തിച്ചുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഈ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് 1191 പലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 73,317-ലധികം പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ഗാസയിൽ പലസ്തീൻകാരെ ഒഴിപ്പിച്ച ഭൂപ്രദേശത്തിന്റെ പകുതിയിലേറെ ഇസ്രയേൽ സൈന്യം മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. 23 കിലോമീറ്ററിലേറെ മൺമതിൽ നിർമ്മാണം പൂർത്തിയായതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തങ്ങളുടെ അധീനതയിലുള്ള ഗാസ മതിൽ കെട്ടി തിരിക്കുന്നതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസുമായി വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയിരുന്നില്ല. കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി പലസ്തീൻകാരെ ഒഴിപ്പിച്ച് സൈന്യം അധീനതയിലാക്കിയ പ്രദേശങ്ങൾക്ക് യെല്ലോ ലൈൻ എന്ന് അതിർത്തി വച്ചിരുന്നു. ഇനി ഈ അതിരാണ് മതിലാക്കി മാറ്റിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നിർമ്മാണം തുടങ്ങിയത്. പൂർത്തിയായാൽ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് മുതൽ വടക്ക് ഗാസ സിറ്റി വരെ മതിൽ നീളും. ഗാസയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഈജിപ്റ്റ് അതിർത്തിയിലെ റഫ ഇടനാഴി അടക്കം നിലവിൽ മതിലിന് അകത്താണ് ഉള്ളത്. ഇത് സ്ഥിരം അതിർത്തിയായി മാറുമെന്നാണ് പലസ്തീൻകാരുടെ ആശങ്ക. 40 കിലോമീറ്ററിലേറെ നീളവും 11 കിലോമീറ്ററോളം വീതിയുമുള്ള ഗാസ മുനമ്പിൽ 20 ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് ഇപ്പോൾ ഉള്ളത്.
അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ നിരോധിച്ച ഡച്ച് ബെൽജിയൻ നടപടിയെ കുവൈറ്റ് സ്വാഗതം ചെയ്തു. ഇസ്രയേൽ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും വാങ്ങുന്നതും വിപണനം ചെയ്യുന്നതും പൂർണ്ണമായി തടയുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ സുപ്രധാനമായ തീരുമാനം. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധികൾക്കും അനധികൃത കുടിയേറ്റങ്ങളെ എതിർക്കുന്ന UN രക്ഷാസമിതിയുടെ 2334 നമ്പർ പ്രമേയത്തിനും അനുസൃതമായ ഒരു ചരിത്രപരമായ ചുവടുവയ്പായാണ് ഈ തീരുമാനത്തെ കുവൈറ്റ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ജൂലൈ 18-ന് ബെൽജിയം സമാനമായ നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് നെതർലാൻഡ്സും ഈ നടപടി സ്വീകരിച്ചത്. നെതർലാൻഡ്സിൽ സെപ്റ്റംബർ 22 മുതൽ ഈ വിലക്ക് കർശനമായി പ്രാബല്യത്തിൽ വരും. പലസ്തീനിലെ ഇസ്രയേലിൻ്റെ അനധികൃത കുടിയേറ്റ നയങ്ങളെ സാമ്പത്തികമായി പ്രതിരോധിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനെ നിയമപരമായി ഉത്തരവാദികളാക്കാനും ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളും സമാനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കുവൈറ്റ് ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ചും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഈ മാതൃക പിന്തുടർന്ന് ഉപരോധങ്ങൾ ശക്തമാക്കണമെന്ന് കുവൈറ്റിനു പുറമെ ഖത്തർ, അറബ് പാർലമെൻറ്റ് എന്നിവരും തങ്ങളുടെ പ്രസ്താവനയിലൂടെ ആഹ്വാനം ചെയ്തു. ഇതിനൊപ്പം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വ്യോമാക്രമണങ്ങളിൽ തകർന്നടിഞ്ഞ തന്ത്രപ്രധാനമായ റോഡുകൾ, മിസൈൽ താവളങ്ങൾ, നാവിക കേന്ദ്രങ്ങൾ എന്നിവ ഇറാൻ അതിവേഗം പുനർനിർമ്മിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാസം ആദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം വീണ്ടും ശക്തമായപ്പോഴും ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി നിലനിർത്തിക്കൊണ്ടു പോകുന്നത് വേഗത്തിലുള്ള ഇത്തരം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ ഇറാനിലെ ഖൻഖാവറിലുള്ള മിസൈൽ താവളത്തിലേക്കുള്ള പ്രവേശന റോഡ് വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. എന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അതേ പ്രവേശന കവാടത്തിലേക്ക് പുതിയ ടാറിട്ട റോഡ് നിർമ്മിച്ചതായി കാണപ്പെട്ടു. അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ നിയന്ത്രണത്തിലായുള്ള ബന്ദർ അന സാലി തുറമുഖത്തും ജൂലൈ മാസത്തിൽ തുടക്കത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. മാർച്ച് മാസത്തിൽ ഈ തുറമുഖത്തിനും കമാൻഡ് സെന്ററിനും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നുവെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. തെഹ്റാന് സമീപമുള്ള ഒരു മിസൈൽ നിർമ്മാണശാലയിലും സമാനമായ രീതിയിൽ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ഇറാനിലെ ദസ്ഫൂലിലുള്ള മിസൈൽ താവളം 2025 ജൂണിലും 2026 മാർച്ചിലും ആക്രമിക്കപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ ബേസിന്റെ പ്രവേശന കവാടങ്ങൾ പൂർണ്ണമായി മൂടപ്പെട്ടുവെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാനിയൻ എഞ്ചിനീയർമാർ തുരങ്കങ്ങൾ വീണ്ടും തുറന്ന് പ്രവേശനം സാധ്യമാക്കിയതായി എയർബസിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി ഇറാനിൽ നടത്തിയ വിപുലമായ വ്യോമാക്രമണങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഈ സംഭവങ്ങൾ വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തു എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ US ആക്രമണങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. ആക്രമണങ്ങളുടെ ആദ്യ 5 ആഴ്ചകളിൽ 1500-ലധികം വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളും 450-ലധികം ബാലിസ്റ്റിക് മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണശാലകളുടെ 90% നശിപ്പിച്ചതായി US ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ അവകാശപ്പെട്ടിരുന്നു. തങ്ങൾ 18,000-ലധികം ബോംബുകൾ വർഷിച്ചുവെന്നും ഇറാന്റെ 60% മിസൈൽ ലോഞ്ചറുകൾ തകർത്തു എന്നുമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ കണക്കുകൾ. എന്നാൽ ഈ കനത്ത തിരിച്ചടികൾക്കുള്ളിലും തകർന്നടിഞ്ഞ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗത്തിൽ പുനർനിർമ്മിക്കാൻ ഇറാന് സാധിച്ചു എന്നാണ് നിലവിലെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.